Hello guys, thanks for watching back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ഫിഷ് ഫ്രൈയുടെ ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ അത്യാവശ്യം ഫിഷ് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഓഡിയൻസ് വീണ്ടും ഫിഷ് റെസിപ്പികൾ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെയധികം കമന്റുകൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇത് സ്പൈസി വളരെ കുറവുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് തുടങ്ങി മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേമാതിരി തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഇത് വളരെ ഷോർട്ട് ആയുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്യുവാനായിട്ട് ഒരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നല്ല നീരുള്ളൊരു നാരങ്ങ കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിന്ന് റെസിപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത 300 ഗ്രാം മീനാണ്. കട്ട് ചെയ്ത മീനെല്ലാം കൂടെ നമ്മളുടെ മാരിനേഷനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ഏത് മീനും ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കട്ട് ചെയ്ത മീൻ മാരിനേഷനിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമ്മളുടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് റഫായി കട്ട് ചെയ്തെടുത്ത ഒരു സവോള, റഫായി കട്ട് ചെയ്തെടുത്ത പകുതി ടൊമാറ്റോ, 2 ഗ്രീൻ ചില്ലി, 4 അതൾ കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്ത ഐറ്റം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ ആവശ്യമായുള്ള ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ഫിഷ് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. മീനിൻ്റെ ഓരോ സൈഡും നമ്മൾ 3 മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റ് നേരം മീനിൻ്റെ ഒരു സൈഡ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് മറിച്ചിട്ട് രണ്ടാമത്തെ സൈഡും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീൻ മറിച്ചിട്ടതിന് ശേഷം രണ്ടാമത്തെ സൈഡ് നമുക്കൊരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. മീനിൻ്റെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തെടുത്ത മീൻ നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്ത ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായി കുക്കായതിനു ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാൽ നന്നായി തിളച്ച് തിക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഫിഷ് നമുക്കിതിലേക്ക് അറേഞ്ച് ചെയ്യാം. ഫിഷ് വെച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ട് നമുക്കിത് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ സോസ് ലൈറ്റായിട്ട് നമ്മളുടെ ഫിഷിൻ്റെ മുകളിലേക്കും കൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം സിമ്മറിൽ ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മളുടെ ഫിഷ് ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ മസാല ഫ്രൈഡ് ഫിഷ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല മസാലയുടെ ടേസ്റ്റ്. അതുമാതിരി തന്നെ നമ്മളുടെ ഫിഷ് നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചെയ്തിരിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈഫ് വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.